അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു ഫ്രൈഡേ ആണ് കേട്ടോ, മക്കൾക്ക് സ്കൂൾ ലീവാണ്. അതുകൊണ്ട് തന്നെ മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. നമ്മൾ പോകുന്നത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ജുമയൊക്കെയുള്ള ദിവസമാണല്ലോ. അപ്പോൾ അവന് നമ്മളവിടെ കസവിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഇറക്കിയിട്ട് അവൻ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും തീർത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര സമയത്ത് തിരിച്ചെത്തുമെന്ന് നമുക്ക് അത്ര വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. കാരണം അറിയാമല്ലോ, നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കും, പിന്നെ ഒരു ഡ്രസ്സ് എടുക്കും, പിന്നെ നമുക്ക് വേണ്ടെങ്കിലൊക്കെ എല്ലാം നോക്കി വരുമ്പോഴത്തേന് കുറച്ചധികം സമയമാവും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും നോക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മഞ്ചേരി കസവിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകൽ വളരെ കുറവാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മളവിടെ പോകാനുള്ള കാരണം റണ്ണിങ് ക്ലോത്ത് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ റണ്ണിങ് മെറ്റീരിയൽസ് ഉള്ള ഒരു ടെക്സ്റ്റൈൽസ് കസവ് കേന്ദ്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് തന്നെയാണ് നമ്മൾ റണ്ണിങ് ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ. മോൾക്ക് എല്ലാ പ്രാവശ്യം എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അവൾ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കസവിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മളൊരു മോഡലും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത്. ഏത് കളർ എടുക്കണം, എങ്ങനത്തെ പാറ്റേണിലുള്ള ക്ലോത്ത് എടുക്കണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെന്ന സമയത്ത് അവരോട് നമ്മളെ മനസ്സിലുള്ള ആ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവർ നമുക്ക് ആ ഒരു രൂപത്തിലുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടോ. ഇപ്പോൾ നമ്മൾ ക്ലോത്ത് ഏകദേശം സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത് ക്ലോത്താണ്, ഏത് പാറ്റേണിലുള്ള മോഡലാണെന്നൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ക്ലോത്ത്സും നമ്മൾ ഏത് മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ വന്നിട്ടൊരു ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സോയൻ്റെ മൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, കരച്ചിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം അവളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പള്ളിയുടെ ആ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോത്ത്സും മെറ്റീരിയൽസും ഒക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠത്തിയുടെ മോൻ്റെ കൂടെയാണ് വന്നത്. അവൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ പള്ളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി നമുക്ക് കസവിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുറത്ത് കുറച്ച് സമയം ഇരുന്നപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ സോയ്ക്കൊരു സൈക്കിൾ വാങ്ങാനായിട്ട് പോകണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മോക്ക് എടുത്തിട്ടുള്ള ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതാണ് കളർ എന്ന് നമ്മളെ കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. മെറ്റീരിയൽസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം സമയം തന്നെ നമ്മൾ കസവിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡിമെയ്ഡ് സെക്ഷനിലേക്കൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ എനിക്ക് 2 നൈറ്റി എടുക്കേണ്ടിയിരുന്നു. അപ്പം നൈറ്റി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നൈറ്റിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഏകദേശം 1:30 ആയിട്ടുണ്ട് സമയം. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ സോയ്ക്കൊരു സൈക്കിൾ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് സൈക്കിൾ വാങ്ങി നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രാവശ്യം റീൽസ് കണ്ടപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പ് ഈ ഒരു സൈക്കിളിൻ്റെ ഷോപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ കേട്ടോ കയറിയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പം അവിടുന്ന് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിലെത്തണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം മോക്കും എനിക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അധികം സമയം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വേഗം ഡ്രസ്സ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയാലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ
സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. പിന്നെ എത്ര ഡ്രസ്സ് നോക്കിയാലും നമുക്ക് ഒന്നും ഒരു ഇഷ്ടപ്പെടാത്ത പോലെയാണ്. ആദ്യം നമ്മൾ കാണുന്ന ഡ്രസ്സ് ഏതാണോ അതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തിട്ട് പോകുക. എന്നാലും നമ്മളിങ്ങനെ കുറേ നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഞാനങ്ങനെ കേട്ടോ, ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാനത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതിലും ബെറ്റർ ആയിട്ടുള്ളത് ഉണ്ടോ നോക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ പിന്നെ കിട്ടില്ലൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. വീട്ടിലെത്തിയ സമയത്ത് ഉമ്മ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മക്കൾ കളിക്കുന്നതും കണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.